2024 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് എംകെയർ എന്ന് പറയുന്ന വെബ്സൈറ്റ് നമുക്ക് അവരെ കുറച്ച് പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങളെ കൂടി ഇന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇവരെ പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പേരിൽ നമുക്ക് ആദ്യമായിട്ടാണ് ഒരു പ്രോഡക്റ്റൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടാൻ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയത്. അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങളെല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അയച്ചെന്ന mkr.com ആ ഒരു വെബ്സൈറ്റിനോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ അവരയച്ചെന്നാക്കുന്ന ഈ ഒരു പാക്കറ്റിൽ നമുക്ക് ആദ്യം കിട്ടിയേക്കുന്ന ഈ ഒരു സഞ്ചിയാണ്, ചെറിയൊരു ബാഗ്. MKR എന്നുള്ള പേരും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരി ബാഗിനാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പെട്ടെന്ന് കീറിപ്പോണ ടൈപ്പല്ല, ഈ കൊടയുടെയൊക്കെ ടൈപ്പ് തുണി പോലത്തെ അങ്ങനത്തെ സംഭവമാണിത്. ഇനി നമുക്ക് ഈ ഒരു പാക്കറ്റിൽ വേറെ എന്തൊക്കെയാണുള്ളത് കൂടി നോക്കാം. അതുപോലെ തന്നെ നമുക്ക് MKRൻ്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് കൂടുതലായിട്ട് മേടിക്കാൻ കിട്ടുന്ന മൊബൈലിൻ്റെ സ്പെയർ പാർട്സും അതുപോലെ തന്നെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ക്ലീനിങ് കിറ്റ്, റിപ്പയറിങ് കിറ്റുകൾ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് MKR എന്ന് അടിച്ചാൽ മതി. ഫസ്റ്റിലെ തന്നെ ഇവർ ഈ ഒരു വെബ്സൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് MKRൻ്റെ പ്രോഡക്റ്റ് നമുക്ക് മീഷോ വഴിയും ആമസോൺ വഴിയും ഫ്ലിപ്കാർട്ട് വഴിയും നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അതുപോലെ അടുത്തായിട്ട് നമ്മൾ MKR എന്നൊരു ചെറിയൊരു DC സോൾഡറിങ് ഞാൻ കൂടി മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നീട് ചെയ്യാം. ഈ കാണുന്ന പോലെ അവർ നമുക്ക് 3 പ്രോഡക്റ്റാണ് അയച്ചു തന്നേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇവർ അയച്ചു തന്നേക്കുന്ന ഒരു പ്രോഡക്റ്റ് ഗ്ലൂ ആണ്. അതായത് ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ മാറുന്ന സമയത്ത് ഡിസ്പ്ലേ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലൂ ആണ്. ഫോണിൻ്റെ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചിൻ്റെയൊക്കെ ഡിസ്പ്ലേ മാറിക്കഴിഞ്ഞിട്ട് അത് ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ഗ്ലൂ വെച്ചാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്ന ഫോണിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും മാറണമെങ്കിലോ അല്ലെങ്കിൽ വീണ്ടും ഇളക്കി എടുക്കണമെങ്കിൽ ഹീറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു പശ വെച്ച് ഒട്ടിക്കുന്നത് എന്തും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാനും പറ്റും. അടുത്തായിട്ട് നമുക്ക് MKR അയച്ചു തന്നേക്കുന്ന പ്രോഡക്റ്റ് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഐറ്റം അതേ മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലീനിങ് കിറ്റാണ്. ആ ഒരു ബോക്സിൽ വരുന്ന സംഭവം ഇതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കറുത്തി കാണുന്ന രീതിയിലൊരു സ്പോഞ്ചുള്ള സംഭവമുണ്ട്. അപ്പോൾ TVയുടെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ ഫോണിൻ്റെയൊക്കെ സ്ക്രീനൊക്കെ നമുക്ക് സ്ക്രാച്ച് ഒന്നും വീഴാതെ നമുക്കത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയ ബ്രഷ് കൂടിയുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് പുറത്തേക്ക് സ്ലൈഡ് ചെയ്തെടുക്കാൻ പാകത്തിനും ആവശ്യം കഴിഞ്ഞ് നമുക്ക് ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്ത് അകത്തേക്ക് വെക്കാൻ പാകത്തിന്. എനിക്ക് തോന്നുന്നത് ക്യാമറയൊക്കെ ഉള്ളവർക്കായിരിക്കും കുറച്ചും കൂടി ഒന്ന് ഉപകാരപ്പെടുന്നതെന്ന് തോന്നുന്നു. യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ക്ലീനിങ് കിറ്റായിട്ട് കൊണ്ടുവെക്കാൻ നല്ലൊരു ഇതാണത്. പിന്നെ ഈ മേളിൽ ഒരു ക്യാപ്പ് വരുവാണെങ്കിൽ ഈ റൗണ്ട് പോലെ റിങ് പോലെ കാണുന്ന ഈ ഒരു ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉപയോഗം എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മേളിൽ ചെറിയൊരു സ്പ്രേ ബോട്ടിലുണ്ട്, ചെറിയ ക്ലീനിങ് ലിക്വിഡൊക്കെ കൊണ്ടുപോകാൻ പാകത്തിന്. ഇത് കൂടാതെ നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു ടൂൾ കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. ഇതിനകത്ത് 3 രീതിയിലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ അറ്റത്ത് ഒരു സിലിക്കോൺ റബ്ബർ പോലെ ഒരു ക്ലീൻ ചെയ്യാനുള്ളതും, പിന്നെ ഇതിൽ തന്നെ ചെറിയ ബ്രഷും, അതുപോലെ ഒരു കോട്ടൺ റബ്ബ് ചെയ്യാനുള്ള പോലത്തെ സംഭവമാണുള്ളത്. പിന്നെ പേര് കറക്റ്റായിട്ട് അറിയില്ലാത്തതുകൊണ്ട് കേട്ടോ പറയാത്തേ. എന്തായാലും ഈ ഒരു ടൂൾ എനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ക്യാമറയുടെയൊക്കെ സെൻസർ ക്ലീൻ ചെയ്യാൻ ഇത് നന്നായിട്ട് ഉപകാരപ്പെടുന്നുണ്ട്. ഇതിൻ്റെ അറ്റത്തെ ആ ഒരു സിലിക്കോൺ റബ്ബർ ഉപയോഗിച്ച് നമ്മുടെ കൈയൊന്നും കടത്തി ഇങ്ങനെയുള്ളതിനകത്ത് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഈ ഒരു സിലിക്കോൺ റബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി സാധനമാണ് ഇത് എന്തായാലും. പിന്നെ നമുക്ക് MKR അയച്ചു തന്നേക്കുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് ഈ കാണുന്ന ഒരു ക്ലീനിങ് ജെല്ല്. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ സ്ക്രീനോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ TV LCD സ്ക്രീനോ അല്ലെങ്കിൽ LED സ്ക്രീനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ക്ലീനിങ് ജെല്ലും അതുപോലെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ക്ലീനിങ് ജെല്ല് നേരെ ഡിസ്പ്ലേയിലേക്ക് നമുക്ക് സ്പ്രേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് വൈപ്പ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ചില ഇതുപോലത്തെ ക്ലീൻ ലിക്വിഡിന് ഭയങ്കര ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും, നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ ഈ ഒരു MKR അയച്ചെന്ന ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് യാതൊരു വിധത്തിൽ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിന് യാതൊരു വിധത്തിലെ സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഈ ബ്രഷ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിച്ചു നോക്കുന്നുണ്ട്, സ്ക്രാച്ച് ഒന്നും വീഴില്ല. അപ്പോൾ ക്ലീനിങ് ജെല്ല് ഡിസ്പ്ലേയിൽ എല്ലാം അടുത്തൊന്നും ആക്കി കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഈ ഒരു ബ്രഷിൻ്റെ ബാക്കിൽ ആ ഒരു സംഭവം വെച്ച് തന്നെ ഫുള്ളൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കാൻ പറ്റും. അതിനായിട്ട് ലാസ്റ്റ് മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചൊന്ന് വൈപ്പ് ചെയ്താൽ മതി നന്നായിട്ട്. അതിലിപ്പം ഫോണിൻ്റെ സ്ക്രീനിൽ 2 ഡോട്ട് പോലെ കാണുന്നത് വേറെ ഒന്നുമല്ല, അത് ആ സ്ക്രീൻ കാർഡ് ഒട്ടിച്ച സമയത്ത് എന്തോ പൊടിയോ എന്തോ ഇരുന്നിട്ടാണ്. നമ്മൾ ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്ലീൻ ലിക്വിഡ് നല്ല അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പ്രോഡക്റ്റൊക്കെയാണ് നമുക്ക് MKR അയച്ചു തന്നേക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇതുവരെ എത്താൻ സഹായിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അയച്ചെന്ന് സപ്പോർട്ട് ചെയ്ത MKRനോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു MKRൽ നിന്ന് എങ്ങനെയാണ് പ്രോഡക്റ്റ് മേടിക്കുന്നതും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് MKRൻ്റെ പ്രോഡക്റ്റ് നമുക്ക് മേടിക്കേണ്ടത് നോക്കാം. അപ്പോൾ എളുപ്പമായിട്ടുള്ളൊരു വഴി പറഞ്ഞുതരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ mkr.com എന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അവരെ ആ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആമസോൺ വഴി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് MKRൻ്റെ പ്രോഡക്റ്റ് നമുക്ക് മേടിക്കാൻ പറ്റും. ഇപ്പോൾ MKR പ്രോഡക്റ്റ് നമ്മൾ ആമസോൺ വഴിയാണ് മേടിക്കുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ എങ്ങനെയാണോ ആമസോണിൽ നിന്ന് മേടിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു MKRൻ്റെ പ്രോഡക്റ്റ് നമുക്ക് ആമസോൺ വഴി നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവരോട് ലൈവായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്.
അതുപോലെ നമുക്ക് ഈ ഒരു എം കെയറിൻ്റെ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് ഇവരുടെ സാധനങ്ങളെല്ലാം നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. കൂടുതലായിട്ടും ഫോണിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ, റിപ്പയറിംഗ് കിറ്റുകൾ, അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെയാണ്, അതുപോലെ ക്ലീനിങ് കിറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ ഈ ഒരു എം കെയറിൻ്റെ ഈ വെബ്സൈറ്റിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് റേറ്റ് കുറവാണ് ഡിസ്പ്ലേയും കാര്യങ്ങൾക്കൊക്കെ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.